എങ്ങനെയാണ് ശരിക്കും ഈ ഗർഭം ഉണ്ടാകുന്നതെന്ന് വിവാഹിതരായവർക്ക് പോലും നമ്മുടെ നാട്ടിൽ അറിഞ്ഞൂടാ എന്നുള്ളതാണ്. ഈ ഭ്രൂണത്തെ തന്നെ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊന്നുകളയാതെ നിങ്ങൾ കുഞ്ഞിനെ വേണ്ടവർക്ക് കൊടുക്കൂ. ഇതൊന്നും ഒരു ഹെൽത്ത് പ്രൊവൈഡറുടെ കടമയല്ല ഇങ്ങനെയൊന്നും പറയാമെന്ന്. അബോർഷനേക്കാൾ കൂടുതൽ റിസ്ക് പ്രസവത്തിനുണ്ട്. ഫോറിനിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടോ വർക്ക് ചെയ്യുന്ന കുറച്ച് പുരുഷന്മാരാണുള്ളത്. പിന്നെ കുട്ടികളെയും കുറച്ച് അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആരാധനാലയങ്ങളുടെ അടുത്തൊക്കെയാണ് കൂടുതൽ ഇത് ഉണ്ടാവുക. എന്നുവെച്ചാൽ അവിടെ റെയ്ഡ് ഉണ്ടാവില്ല. ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, നമ്മൾ വീട്ടമ്മയെന്നാണല്ലോ പറയുന്നത്. മരിക്കുന്ന ദിവസം എന്നോട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നും അങ്ങനെ ഒരു മിസ്സിങ് ഇല്ല വാസ്തവത്തിൽ. കോവിഡ് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു മറ്റേത് സ്ഥലത്തേക്കാളും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേരളം. ഒരു ഡോക്ടർ എന്നാൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അത്തരത്തിൽ സമൂഹത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തിയ വ്യക്തിത്വമാണ് ഡോക്ടർ ജയശ്രീ. പരിയാരം മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയായ ഡോക്ടർ ജയശ്രീയാണ് ഇന്ന് ഡോക്ടേഴ്സ് ഡയറിയിൽ നമുക്കൊപ്പം ഉള്ളത്. സ്വാഗതം ഡോക്ടർ. ഇപ്പോൾ ഈ സാമൂഹിക പ്രവർത്തനമായിട്ട് നേരത്തെ 90-കളുടെ തുടക്കത്തിൽ തന്നെ അതിലൊക്കെ ഉണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിലൊക്കെ നിരന്തര ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് അതിനൊരു പ്രിവിലേജ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രിവിലേജ് കിട്ടുന്ന? ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അത് പ്രിവിലേജ് ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെയ്യാനുള്ള എളുപ്പം ഉണ്ട് എന്ന് പറയാം. പക്ഷെ അതുപോലെ തന്നെ ചിലപ്പോൾ അത് തടസ്സവും ആകാം. എന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവയർനെസ് കൊടുക്കുമ്പോഴൊക്കെ ഇത് ഡോക്ടർ തന്നെയാണോ എന്നൊക്കെ ആളുകൾ സംശയിക്കും. എന്താ അറിയോ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു മുൻവിധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ. അപ്പോൾ നമ്മൾ സമൂഹമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ ഇത് ഡോക്ടർ തന്നെയാണോ എന്നൊക്കെ സംശയങ്ങൾ വരും. പക്ഷേ പല സ്ഥലങ്ങളിലും അതുകൊണ്ടുള്ള ഇത് രണ്ടുമുണ്ട് ഇതെനിക്ക് പറയാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു മുൻഗണന കിട്ടും. ഇപ്പോൾ ചില ഓഫീഷ്യൽസിനെ കാണാൻ പോകുമ്പോഴൊക്കെ നമ്മളൊരു മെമ്മോറാണ്ടം കൊടുക്കാനാണെങ്കിലുമൊക്കെ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു കാഴ്ചപ്പാടും ആളുകളുടെ സമൂഹത്തിൻ്റെ ഒരു ഇമേജിലുള്ള ഡോക്ടർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷനും ഉണ്ടാകും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതായത് എന്താ, ഡോക്ടറാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു ഇതുണ്ടല്ലോ, ഡോക്ടർ ഇന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഇടപെടേണ്ടത് എന്നുള്ളൊരു ധാരണ. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതല്ലല്ലോ നമ്മളൊരു ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുമുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരിടത്ത് കേട്ടിട്ടുണ്ട്, അതായത് ഡോക്ടർക്ക് ഒരു പ്രാവശ്യം തൃശ്ശൂർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് വന്നിട്ട് ഡോക്ടർ അങ്ങോട്ട് വരണ്ട എന്ന് റീസണായിട്ട് പറയുന്നത് ഇങ്ങനെ സാമൂഹിക പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു ഡോക്ടർ അവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. ശരിക്കും അങ്ങനത്തെ മൊമെൻറ്റിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത്? കാരണം സാധാരണ മനുഷ്യരെക്കാൾ കുറച്ചും കൂടി സോഷ്യൽ ആക്ടിവിസം ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷനെ വിലക്കാനുള്ളൊരു ഘടകമൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതാണ് പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതൊരു ഡോക്ടറുടെ റോളിൽ വരുന്നതല്ല എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളൊക്കെ ആകുമ്പോൾ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ എക്സാക്ട്ലി അവരെന്താ പറഞ്ഞത് ഡോക്ടറുടെ അടുത്ത്? അവർ ആ സമയത്തൊന്നും പറഞ്ഞില്ല, ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് വേറൊരാളെ പറഞ്ഞു വിട്ടു കൂടുതൽ ആലോചിച്ചപ്പോൾ. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് നിന്ന്, അപ്പോൾ ഞാൻ അവരോട് ഓപ്പണായിട്ട് പറയുകയാണ്, എനിക്ക് ഇങ്ങനെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതിന് പിന്നീട് അവരറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ഉയർന്ന മാനേജ്മെൻറ്റിലെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ വേറെ അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവും അങ്ങനെ വന്നിട്ടില്ല. ജോലി ചെയ്യാൻ പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇപ്പോഴും അത് അബോർഷൻ. അപ്പോൾ നമ്മൾ ലീഗലൈസ് ചെയ്തിട്ടുള്ളൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ഇവിടെ അബോർഷൻ എന്ന് പറയുമ്പോൾ അതൊരു സദാചാര പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തിയ ആൾക്കാർ അബോർഷനോ എന്നുള്ള രീതിയിലേ സംസാരിക്കുള്ളൂ. ഡോക്ടറിൻ്റെ ലൈഫിൽ കുറേ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. പണ്ടൊക്കെ എന്താ പറയുക, ഭയങ്കര അശാസ്ത്രീയമായിട്ടാണ് ഇതിനെ ആൾക്കാർ ലീഗലി പോകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു പോം വഴിക്ക് പകരം അത്
അശാസ്ത്രീയമായിട്ടുള്ള വഴികൾ തേടുകയും പിന്നെ സെപ്റ്റിക് അബോർഷൻ പോലുള്ള കാര്യങ്ങൾക്ക് അത് ചെന്നെത്തിക്കുകയും ചെയ്യും. അങ്ങനത്തെ അനുഭവങ്ങൾ ഡോക്ടർ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? അത് വലിയൊരു മാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട് അനുഭവിച്ചതാണ്. എന്ന് വെച്ചാൽ ഞാൻ 80കളിലാണ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിത് കണ്ടിട്ട് ഇവരുടെ ഡേറ്റ എല്ലാം എടുത്തു വയ്ക്കുമായിരുന്നു. ഈ സെപ്റ്റിക് അബോർഷൻ എന്ന് പറഞ്ഞാൽ അന്ന് വരും സ്ത്രീകൾ ഈ പരിശീലനമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരെന്തൊക്കെയോ ചെയ്തിട്ടാണ് ഈ അബോർഷൻ ചെയ്യാൻ നോക്കുകയും അത് പിന്നെ സെപ്റ്റിക് ആകുന്ന, പഴുപ്പ് കയറിയിട്ട് പനിയൊക്കെ വന്നിട്ട് വലിയ സീരിയസ് ആകുമ്പോഴാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ആഴ്ചയിൽ 2-3 പേരൊക്കെ അങ്ങനെ അന്ന് വന്നിരുന്നു. ഒരാഴ്ചയിൽ അത്രയും നടക്കുന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇതിന് നിയമമുണ്ട് ഇത് മെഡിക്കലി ചെയ്യാനായിട്ടുള്ള, പക്ഷേ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഒക്കെ അങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് നമ്മുടെ സയൻസ് മരണനിരക്കുകളും കൂടുതലായിരുന്നില്ലേ? അതുകൊണ്ടുള്ള മരണനിരക്കുകളും കൂടുതലായിരുന്നില്ലേ? അത് മിക്കവാറും മരിക്കാറാകുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. മറ്റേ അല്ലാത്തവർ എത്തൂല, മെഡിക്കൽ കോളേജ് വരെ എത്തൂല. അങ്ങനത്തെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതില്ല. അങ്ങനെ വലിയൊരു മാറ്റം കേരളത്തിൽ വന്നു. പക്ഷേ ഇപ്പോഴും ഉള്ള പ്രശ്നം വെച്ചാൽ സ്ത്രീകൾ അപമാനം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിലൊരു മാറ്റവുമില്ല. എനിക്ക് തോന്നുന്നു പക്ഷേ പണ്ടത്തേക്കാൾ കൂടുതൽ ഇതൊരു അപമാനകരമായ കാര്യം. അപമാനം മാത്രമല്ല, സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഫീലിംഗ് ആണ്, നമ്മൾ കുഞ്ഞിനെ കൊല്ലുകയാണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഇത് ചിലപ്പോൾ ഈ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ആശുപത്രിയിലുള്ളവരും ഇത്തരം ഒരു ഫീലിംഗ് കൊടുക്കാറുണ്ട്. പലരും എന്നോട് വിളിച്ചിട്ട് സഹായം ചോദിക്കുമ്പോൾ ഞാൻ റെഫർ ചെയ്ത് ചില ആശുപത്രികളിലേക്ക് വിടുമ്പോൾ, ഗവൺമെൻറ് ആശുപത്രികളിൽ പോലും അവരോട് ഞാൻ പിന്നെ ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കിത്ര കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊന്നുകളയാതെ നിങ്ങൾ കുഞ്ഞിനെ വേണ്ടവർക്ക് കൊടുക്കൂ. ഞാനൊരു ഉദാഹരണം പറയാണ്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഈ ഭ്രൂണത്തെ തന്നെ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഇനി ഒരു കുഞ്ഞ് ഉണ്ടാകാതെ നിങ്ങൾ കരയേണ്ടി വരും, നിങ്ങൾ വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഒരു ഹെൽത്ത് പ്രൊവൈഡറുടെ കടമയല്ല ഇങ്ങനെയൊന്നും പറയാന്നുള്ളത്. അതല്ല പറയേണ്ടത്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ കൊടുക്കണം അവർക്ക്. ഇപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാകാം, അത് ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് കൺസെൻറ്റ് എടുക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ചില സൈഡ് ഇഫക്റ്റ് വരാം എന്നുള്ള കാര്യങ്ങൾ അത് ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോൾ, പ്രസവത്തിന് ഇതിനേക്കാൾ കൂടുതലുണ്ട്, റിസ്ക് ഉണ്ട്. അബോർഷനേക്കാൾ കൂടുതൽ റിസ്ക് പ്രസവത്തിനുണ്ട്. പക്ഷേ പ്രസവിക്കാൻ പോകുമ്പോൾ ആരും അത് ചിന്തിക്കില്ല. ഇപ്പോൾ പ്രസവത്തിലൊരു മരണം ഉണ്ടായാലും ആളുകൾ പ്രതികരിക്കുമെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല. പക്ഷേ ഇതപ്പോൾ ഭയങ്കരമായ എന്തോ തെറ്റായ കാര്യമാണ്. പിന്നെ സ്ത്രീകളും അതിങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുക, ഇതെന്തോ ഭയങ്കര കുറ്റകൃത്യം നമ്മൾ ചെയ്യുകയാണെന്ന്. അപ്പോൾ അതിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിൽ നിന്നും കിട്ടുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു ട്രോമ അവർക്കുണ്ടാകും, അപമാനം അനുഭവിക്കേണ്ടി വരും പലപ്പോഴും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പക്ഷേ സെപ്റ്റിക് അബോർഷനൊന്നും കാണുന്നില്ല. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം മെഡിസിൻ കൊണ്ട് തന്നെ, ഉള്ളിൽ കഴിക്കുന്ന മരുന്ന് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഉള്ളിൽ വെക്കുന്ന മരുന്ന് കൊണ്ട് തന്നെ പണ്ടത്തേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ആശുപത്രികളിലൊക്കെ അഥവാ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചില ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്വന്തമായിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടാവും. എന്തായാലും പഴയ രീതിയിലുള്ള തരത്തിലുള്ള അബോർഷൻസ് ഇപ്പം ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത് ചെയ്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പലരും ചെയ്തു കൊടുക്കില്ല, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്ത് വിടുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് പഠിക്കാൻ പോകേണ്ടവർക്കാണ് സ്ത്രീകളാണ് കൂടുതൽ ഇത് നേരിടുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഇപ്പോൾ PG വരെ പഠിച്ചു, ഇനി ഒരു PhDക്ക് പോകണം, അല്ലെങ്കിൽ പുറത്തൊരു ജോലി കിട്ടി, ഇപ്പോൾ തൽക്കാലം അവർക്കത് വേണ്ട. അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും സ്ത്രീകൾക്ക് കൂടുതലും അബോർഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ജോലിയാണോ പ്രധാനം, നിങ്ങൾക്ക് കുഞ്ഞ്, അവിടെയും ഇതേ ആറ്റിറ്റ്യൂഡ് വരും, കുട്ടിയല്ലേ പ്രധാനം, ജോലിയാണോ പ്രധാനം എന്നുള്ളത്. അപ്പോൾ അത് നമ്മളത് ഒന്നും ജഡ്ജ്മെൻ്റലായിട്ട് പറയണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുമല്ലോ. എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. അങ്ങനെ കുറച്ചുകൂടെ ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെയും കൂടി കണക്കിലെടുത്ത്, സ്ത്രീകളെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്നുള്ളത്. നമ്മൾ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും പക്ഷേ അതൊരു തരത്തിലും
പ്രാക്ടിക്കലി വരുമ്പോൾ ഭയങ്കരമായിട്ട് പിന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാധനമാണ് ലൈംഗിക വിദ്യാഭ്യാസം. ഒരു 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായി, അപ്പം ഗർഭം ധരിച്ചത് സഹപാഠിയായിട്ടുണ്ടായത് ഒരു 8ാം ക്ലാസ്സുകാരൻ എന്നായിരുന്നു എന്നുള്ളത്. അപ്പം ശരിക്കും നമ്മളുടെ ഇവിടെ ലൈംഗിക വിദ്യാഭ്യാസം എത്രത്തോളം പിന്നിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് റീസെൻ്റ്ലി വന്ന, കുറേ മുന്നേ വന്നതൊന്നുമല്ല. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ഏതോ കാലം തൊട്ടിട്ടൊക്കെ ഇതിനു വേണ്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കരിക്കുലത്തിലൊക്കെ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം മുതലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത പുതിയ ജനറേഷൻ മാത്രമല്ല, എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്ക് പോലും ഇത് ആ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോടെ ഇതിനെ സമീപിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ലേ ഡോക്ടർക്ക് തോന്നുന്നത്? അതെ അതെ, അതിനൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ പുതിയ കുട്ടികൾ കുറച്ച് മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പോഴും എല്ലാവർക്കും ഇതിനുള്ള ആക്സസ് ഇല്ലല്ലോ, ഈ എഡ്യൂക്കേഷനുള്ള ആക്സസ് കിട്ടുന്നില്ല. അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് കിട്ടുമായിരിക്കും. എങ്ങനെയാണ് ശരിക്കും ഈ ഗർഭം ഉണ്ടാകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ വിവാഹിതരായവർക്ക് പോലും നമ്മുടെ നാട്ടിൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എവിടെയും ഇതിൻ്റെ വിദ്യാഭ്യാസം കിട്ടുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഈ സെക്ഷുവൽ എഡ്യൂക്കേഷൻ ഇല്ല. നമ്മൾ എങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലാണ്ട് ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ജെൻഡർ റിലേഷൻ വരുന്നുണ്ട്. പിന്നെ പക്ഷെ ആക്ച്വൽ സെക്ഷുവൽ ആക്ടിനെ കുറിച്ച് പോലും ഇല്ല എന്നുള്ളതാണ്. അതുമില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്കൊന്നുമേ കിട്ടുന്നില്ല. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണേലും, ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇതിനെ ആ ഒരു ഡയമെൻഷനിൽ പഠിക്കുന്നൊന്നുമില്ലല്ലോ. അതൊരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഈ പോക്സോ ആക്ട് നമുക്കുണ്ട്. ഈ പോക്സോ ആക്ട് ഉള്ളപ്പോൾ തന്നെ പോക്സോ ആക്ടിൽ എന്താണ് പറയുന്നത്? 18 വയസ്സിൽ താഴെ സെക്ഷൽ കോണ്ടാക്ട് പാടില്ല എന്നുള്ളതാണ്. അതെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചുകൂടെ? അത് പഠിപ്പിക്കണ്ടേ? അത് പഠിപ്പിക്കുന്നുണ്ടോ? ബാക്കിയുള്ളതൊക്കെ പോകട്ടെ, ഈ പോക്സോ ആക്ട് എങ്കിലും പഠിപ്പിക്കണ്ടേ സ്കൂളിൽ? അപ്പോൾ പോക്സോ ആക്ട് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൺകുട്ടികളാണെങ്കിലും അവരാണല്ലോ വളർന്ന് ആണുങ്ങളാവുന്നത്. ആൺകുട്ടികളാവുന്ന സമയത്തും അവരിത് പഠിച്ചാൽ അവർക്ക് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾക്കും ഉണ്ട് ശിക്ഷ, പിന്നെ പ്രായമായവർക്ക് വലിയ ശിക്ഷയാണ്. അപ്പോൾ അത് കിട്ടുന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ആൺകുട്ടികൾക്കാണ് എഡ്യൂക്കേഷൻ ഏറ്റവും കൊടുക്കേണ്ടതെന്നാണ്. ഇപ്പം നിയമപരമായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്, പല കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ മറ്റ് ആക്റ്റുകളുണ്ടല്ലോ, സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ആണെങ്കിലും പിന്നെ പോക്സോ ആണെങ്കിലും ഒക്കെ ശിക്ഷ കിട്ടുന്നത് ആണുങ്ങൾക്കാണ്. അപ്പോൾ അതെങ്കിലും ഒരു പടി പഠിക്കണ്ടേ? അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, പണ്ട് പറയുന്നു എന്ത്, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ള് ചെന്ന് ഇല വീണാലും ഇലയ്ക്കാണ് കേടുന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം മുള്ളിനാണ് കേട് വരുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരും. അപ്പോൾ അവരും ചിന്തിക്കും ഇതിങ്ങനെ പാടുണ്ടോ? എന്താണ് ഈ പോക്സോ ആക്ട്? എന്താണ് സെക്ഷൽ ആക്ട്? അത് ചെയ്ത പിന്നെ സ്ത്രീയുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് സ്ത്രീകളും പഠിക്കണം, പെൺകുട്ടികളും പഠിക്കണം, അവരുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു. ആണുങ്ങൾക്ക് നിയമപ്രശ്നം കൂടെ നേരിടേണ്ടി വരികയാണ്. ശിക്ഷ കിട്ടും, കടുത്ത ശിക്ഷ കിട്ടും. അതും അപ്പോൾ പിന്നെ അതിന് ഒരു സംശയമില്ല പഠിപ്പിക്കണമെന്നുള്ളതിന്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ വിഷമിക്കുന്ന ഒരു കാര്യം മെഡിക്കൽ കരിക്കുലത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വിസിബിളാണ്, ക്യൂർ ആയിട്ടുള്ള ആളുകൾ കുറച്ച് വിസിബിളാണ്, അവർ ആശുപത്രികളിലൊക്കെ വരുന്നുണ്ട്. നേരത്തെ വരാൻ പോലും പറ്റില്ലായിരുന്നു, അവർ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ പോളിസി ഉണ്ട്. അപ്പം കുറച്ചൊക്കെ പിന്നെ ചില ഇനിഷ്യേറ്റീവ്സ് ചില ആശുപത്രികൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആശുപത്രിയിൽ അവർ വരുമ്പോൾ നമ്മളതിൽ ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരാണേലും നഴ്സുമാരാണേലും ഏത് ആരോഗ്യ മേഖലയിലുള്ളവരൊന്നും ഇതിൽ പരിശീലനം കിട്ടുന്നില്ല. കരിക്കുലത്തിൽ കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ഗ്യാപ്പാണ്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടതവരല്ലേ, എല്ലാവരും പഠിക്കണം. പക്ഷേ ഇപ്പോൾ സ്കൂളിലൊക്കെ പിന്നെയും കുറച്ചുകൂടെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ കുറച്ചും കൂടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മെഡിക്കൽ കരിക്കുലത്തിൽ ഇപ്പോഴും ഇല്ല. ലൈംഗിക തൊഴിലാളികളെ അവരെ സംഘടിപ്പിക്കുന്നതിനും അവരെ കുറച്ചും കൂടി അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിനൊക്കെ മുന്നോട്ട് വന്നല്ലോ. അപ്പം അവരെ ഇത് മനസ്സിലാക്കിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ സംഘടിതരാവണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതൊക്കെ.
അവർ ഒരു തുടക്കത്തിലൊന്നും അവരിതൊന്നും മനസ്സിലാക്കുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയായിരുന്നു? അതായത് അപ്പോൾ ഡോക്ടർ അങ്ങനെ ചെന്നപ്പോൾ എന്തായിരുന്നു അവരുടെയൊക്കെ റിയാക്ഷൻസ്? അവരതിന് തയ്യാറായിരുന്നു? ഞാൻ പറയണത് എല്ലാ മനുഷ്യരും ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, എല്ലാ മനുഷ്യരും, സ്ത്രീകളാവട്ടെ ആരോ ആകട്ടെ, നമ്മുടെ അഭിമാനമാണ്. എല്ലാവർക്കും ഏറ്റവും വലുത് അഭിമാനമാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യർ ആണെങ്കിൽ, അത് മറ്റുള്ളവരെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, അവരുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ട്. അത് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഉള്ളിൽ അതുണ്ട്. അതിനൊരു സാഹചര്യം മാത്രം നമ്മളാക്കിയാൽ മതി. ആദ്യം ഇതിലെ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിൽ ലൈംഗിക തൊഴിലാളികൾ ഇല്ലെന്നാണ് ഞാൻ പോലും വിചാരിച്ചിരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കാണുന്നില്ല ഇവിടെ അങ്ങനെ റെഡ് സ്ട്രീറ്റോ ഒന്നുമില്ല, നമ്മൾ കാണുന്നില്ല, ഇവിടെ ഇല്ല. എല്ലാവരും പറയുന്നത് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ എയ്ഡ്സിൻ്റെ പ്രോജക്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് കോവളത്തുണ്ട് എന്നാണ് പറയുന്നത്. കോവളത്തുണ്ട്, വേറെ എവിടെയില്ല. അപ്പോൾ കോവളത്തെ ഹോട്ടലുകളിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ കോവളത്ത് പോയി താമസിച്ച് രാത്രിയും പകലും അവിടെ താമസിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ നടക്കും, രാത്രിയൊക്കെ നടക്കും, ഹോട്ടലുകളിലൊക്കെ പോകും. അവസാനം നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളെ, അങ്ങനെ ഉള്ള സ്ത്രീകളെ ഇല്ല. അവിടെ കുറച്ചെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ്. കുറച്ച് പറഞ്ഞാൽ അവർ ഫോറിനിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടോ വർക്ക് ചെയ്യുന്ന കുറച്ച് പുരുഷന്മാരാണുള്ളത്. പിന്നെ കുട്ടികളെയും കുറച്ച് അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, സ്ത്രീകൾ അവിടെ ഇല്ല. പക്ഷേ പണ്ട് അവിടെ അതിനെതിരെ വലിയ സമരമൊക്കെ വന്നിട്ട്, ഹോട്ടലുകളിൽ നൃത്തം ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളതിന് അതിനെ സമരം ചെയ്ത് എല്ലാവരെയും അവിടെ ഒന്ന് ഓടിച്ചു. അവിടെ ആരുമില്ല. പിന്നെ എവിടെയാണ് ആളുകൾ ഉള്ളത്? കൂടുതലും എന്താ പറയുക, വലിയ ആരാധനാലയങ്ങളുടെ അടുത്തൊക്കെയാണ് കൂടുതൽ ഇത് ഉണ്ടാവുക. എന്നുവെച്ചാൽ അവിടെ റെയ്ഡ് ഉണ്ടാവില്ല അധികം. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. കൂടുതൽ ആരാധനാലയങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരാധനാലയങ്ങളുടെ അടുത്തുള്ള ലോഡ്ജുകളിലും സ്ഥലങ്ങളിലുമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇവരെ കണ്ടെത്തുക എന്നുള്ള പറയുന്ന വലിയൊരു ജോലിയായിരുന്നു. പിന്നെ ആ സമയത്ത് തെരുവുകൾ, ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ആവശ്യമില്ല, പക്ഷെ തെരുവുകളിൽ നിൽക്കുന്ന അവരെയും നമുക്ക് കാണാൻ പറ്റില്ല. അത് ഭയങ്കര പ്രയാസം. അതായിരുന്നു ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. പിന്നെ അവർ നമ്മുടെ അടുത്ത് നമുക്കൊരു ബന്ധം ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഡെയിലിയുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് വയലൻസ് നേരിടേണ്ടി വരികയാണ്. എല്ലാ ആൾക്കാരുടെ അടുത്തൊന്നും വയലൻസ്, ക്ലയൻസിൻ്റെ അടുത്തൊന്നല്ല. അപ്പം നമ്മളല്ലെങ്കിൽ വിചാരിക്കുന്ന ക്ലയൻസാണ് ഇവരെ കൂടുതൽ ഉപദ്രവിക്കുന്നത്. ക്ലയൻസിനേക്കാൾ ക്ലയൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗ്രൂപ്പ് ഗാങ്ങായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെയുള്ളത് ഏജൻറ്റുമാരായിട്ടുള്ളവർ, അങ്ങനെ ഏത് വിഭാഗം, പോലീസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരടുത്തുനിന്ന് ഇവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെ നാട്ടുകാർ വിളിച്ചു പറയും ഇങ്ങനൊരു സ്ത്രീ ഉണ്ട് ഇവിടെ, ആ സ്ത്രീയെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ ഉള്ള തരത്തിൽ മറ്റ് സമൂഹത്തിൽ നിന്നാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിത് എപ്പോഴെങ്കിലും നിങ്ങൾ തയ്യാറുണ്ടോ ഇത് പുറത്ത് പറയാൻ എന്നുള്ള തരത്തിൽ നമ്മൾ ചർച്ചകൾ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ അവരൊരുമിച്ച് കൂടുന്ന സമയത്ത്, ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ധൈര്യം വരുമല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ ആ ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളത്. 99 ആദ്യമായിട്ട് നമ്മളൊരു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സ്ത്രീകളെ വിളിച്ചിട്ടൊരു സമ്മേളനം നടത്തുന്നത്. അന്നാണ് ആദ്യമായിട്ട് മീഡിയ ആയിട്ടുള്ളൊരു അഭിമുഖം അവർക്ക് വരുന്നത്. അവരാണ് സംസാരിച്ചത്. നമ്മളെല്ലാം ഒരുപാട് VIPസിനെ വിളിച്ചിരുന്നു. പക്ഷേ ആ VIPസൊക്കെ താഴെ കേൾക്കാനിരിക്കുകയും സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത് അവരുമായിരുന്നു. ആ രീതിയിലാണ് അത് സംഘടിപ്പിച്ചത്. അപ്പം സുഗതകുമാരി ടീച്ചറടക്കം ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരും ഗവൺമെൻറ് ഒഫീഷ്യൽസും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഇത് കേൾക്കാൻ വന്നു. മീഡിയക്കാരും വന്നു, മീഡിയയിലൊക്കെ അത് വന്നു. അങ്ങനെയാണ് ഒരു പബ്ലിക് സ്പേസിലേക്ക് വരുന്നത്. അത് അവരുടെ ആവശ്യമാണ്. അവർക്ക് ശരിയെന്ന് തോന്നുന്ന സമയത്ത് പറയുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഹെൽപ്പ് ചെയ്തു, അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മെഡിക്കൽ ടോപ്പിക്കിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ മെഡിക്കൽ ലേഖനങ്ങളോടുള്ള ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വായിക്കാൻ തുടങ്ങിയത് മൈഗ്രെയിനിന് ഒരു പരിഹാരം എന്താണെന്നുള്ള സാധനങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചൊക്കെ ചെയ്തു തുടങ്ങിയിട്ടാണ്. എന്നിട്ട് ഡോക്ടർ അതിനൊരു എന്തെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പിലെത്തിയോ? എന്തെങ്കിലും ഇതാണ് അതിനുള്ളൊരു പരിഹാരം, അല്ലെങ്കിൽ മൈഗ്രെയിൻ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്, അവർക്കായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പക്ഷേ കുട്ടിക്കാലത്തെ കാര്യമായിരിക്കും. ശരി, എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വരുന്ന ഒരാളാണ്. അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിക്കലായ ഫാക്ടേഴ്സ് ഉണ്ട്, ബയോളജിക്കലുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സും ഒരു ഫാക്ടറാണ് പലപ്പോഴും. പിന്നെ ഈ ഒരുപാട് കഫീൻ, കാപ്പി, ചോക്ലേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു സൈക്കോളജിക്കൽ എലിമെൻറ്റും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
അന്ന് കുട്ടിക്കാലത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്താണെന്നുള്ളത്. വെച്ചാൽ കണ്ണ് കാണാൻ വയ്യാതെ വരുമൊക്കെ ചെയ്യുന്ന, അന്ന് ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ. ആ സമയത്ത് കണ്ണ് കാണാൻ വയ്യാതെയൊക്കെ വരുമ്പോൾ ഇതെന്തോ വലിയ സീരിയസ് ആയ അസുഖമാണെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ഈ ഒരു വശമാണ് പല അസുഖങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾ അസുഖം അനുഭവിക്കുന്നതിൽ ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട്, അതും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിനെ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ആൾക്കാരോട് പറയാനുള്ളത്. പല ആളുകൾ പക്ഷേ അതുകൊണ്ട് മരുന്ന് വേണ്ടെന്ന് വെക്കരുത്, അതാണ് ഒരു പ്രധാന കാര്യം. പലരും വിചാരിക്കുന്നത് പല അസുഖങ്ങൾക്കും മരുന്ന് വേണ്ട, നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. മരുന്ന് വേണമെങ്കിൽ വേണം, എല്ലാത്തിനും വേണമെന്നല്ല. മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം. പക്ഷേ മരുന്നിനോടൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മൾക്ക് തന്നെ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കിയാലൊക്കെ നമ്മുടെ സ്ട്രെസ് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു റിലാക്സേഷനിൽ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ചില പേഷ്യൻസിന് ട്രൈ ചെയ്തിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ അവർ തന്നെ അവരുടെ സിറ്റുവേഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അസുഖത്തെക്കുറിച്ചുള്ള പേടി മാറ്റുകയും ഒക്കെ ചെയ്തിട്ട് അവർക്ക് അതിനെക്കുറിച്ചുകൂടെ മാനേജ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി മെഡിസിൻ തന്നെ നമ്മളൊരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ അപ്രോച്ചാണ്. അത് ഞാൻ പറഞ്ഞ ഈ പ്രിവെൻറ്റീവായിട്ടുള്ള രോഗം വരാതെ നോക്കുന്നതും അതുപോലെ പ്രൊമോട്ടീവായെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളൊരു കാര്യം. രോഗം വരുന്നത് അതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ അങ്ങനെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡോക്ടർ പല വിഷയങ്ങളിലും പഠനം നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആത്മഹത്യ കൂടുന്നതിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചിട്ട് ഒരു ഘട്ടത്തിൽ പഠനം നടത്തിയല്ലോ. അതിൽ അന്നത്തെ കണ്ടെത്തലുകൾ എന്തായിരുന്നു? അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക? ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, നമ്മൾ വീട്ടമ്മയെന്നാണല്ലോ പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അതാണല്ലോ ഏറ്റവും വലിയ ഒക്യുപ്പേഷൻ. പക്ഷെ അതൊന്നും നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. തൊഴിലെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പുറത്തു പോയി ചെയ്യുന്ന കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ. 24 മണിക്കൂറും കുഞ്ഞുങ്ങളെ പരിചരിക്കുക, അല്ലെ വീട്ടിലുള്ളവരെ പരിചരിക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക എന്ന് പറയുന്നത് അത് തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. പലപ്പോഴും മാനസികമായിട്ടുള്ള പ്രശ്നം ഒക്കെ ഉണ്ടാകുന്നതിന് അതൊരു കാരണമായിരിക്കുമല്ലോ. മറ്റ് തൊഴിൽ മേഖലയെന്ന് പറഞ്ഞാൽ അതിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അന്നൊക്കെ നമ്മളിപ്പോഴും കശുവണ്ടി മേഖലയിലും കയർ മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അന്ന് ഇപ്പോഴത്തെ അത്രയും സൗകര്യങ്ങളില്ലല്ലോ. ഇരുന്നു കൊണ്ട് തല്ലുക, അതൊക്കെ ഇപ്പോൾ മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പണ്ടത്തേൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അന്നത്തെ സാഹചര്യങ്ങളില്ല. ടെക്സ്റ്റൈൽസിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നൂല് നൂക്കൊക്കെ ചെയ്യുന്ന ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾക്ക് അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകൾ ഈ ഞാറുനടുകയൊക്കെ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരുപാട് നേരം കുനിഞ്ഞ് നിൽക്കേണ്ടി വരും. പിന്നെ തോട്ടം തൊഴിലാളികൾ എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമായിരുന്നു? അതെ, തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ മാംസപേശികളും അതുപോലെ ജോയിൻറ്റ് പെയിനും, നീര് വയ്ക്കുക, കൈയും കാലും കഴപ്പ് വേദന, ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അത് അന്ന് നമ്മൾ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത്, സ്ത്രീകൾ വീട്ടിലാണെങ്കിൽ പോലും എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, എത്ര മണിക്കൂറാണ് വിശ്രമിക്കുന്നത് നോക്കുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ സ്ത്രീകൾ വീട്ടിലാണെങ്കിൽ പോലും ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്യാത്തവരും ഉണ്ടാവും, പക്ഷെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് പോയി ചെയ്യുന്നവർക്ക് ഇതുപോലെയാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് വർക്ക് ചെയ്യുന്നവരാണേലും കൃഷിപ്പണി ചെയ്യുന്നവർ, അതുപോലെ കെട്ടിടം പണിക്ക് പോകുന്നവരൊക്കെ തന്നെ ഒരുപാട് സമയം ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ പൊടിയടിക്കുന്ന കല്ലൊക്കെ വെട്ടുന്നവർക്ക് അപ്പോൾ അതിനുള്ള മാസ്കുകൾ ധരിക്കുക, അല്ലെങ്കിൽ കയ്യുറ ഇടുക, അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ല. ഇപ്പോൾ ഒരു വശത്തൂടെ ഇത് നമ്മൾ എംപ്ലോയേഴ്സ് ഇത് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കാനും പലരും തയ്യാറാവുന്നില്ലല്ലോ. പലരും ഇപ്പോൾ കൊടുത്താൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരെ എടുക്കുന്നില്ല. ഇപ്പോൾ അതുപോലെ കീടനാശിനി തളിക്കുന്ന ആൾക്കാർ ആണെങ്കിലും മാസ്കും ഇതുപോലെ കാര്യങ്ങൾ ഉപയോഗിക്കണ്ടേ? എല്ലാവരും ഇതുപോലെ. ഇപ്പം എന്തിനാ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ പോലും മടിയാണല്ലോ ആളുകൾക്ക്. നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു വശത്തോടെ ഇതൊക്കെ കൊടുക്കുന്നതും അതുപോലെ ഇത് ഉപയോഗിക്കാൻ ആളുകൾ തയ്യാറാവുകയും വേണം. അങ്ങനത്തെ ഒരു എന്താ പറയുക, കൾച്ചറലായിട്ടുള്ള ഒരു മാറ്റം കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും
നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഈ ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇത് നേരിടണമെങ്കിൽ നമ്മൾ ഒരുപാട് ബിഹേവിയർ ചേഞ്ച് വരണം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ ഡോക്ടർ സൈക്യാട്രി രംഗത്തും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതും താല്പര്യമുള്ള വിഷയം കൂടിയാണ്. ഡോക്ടർ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് വയ്യാതെ കിടന്ന ഒരു സമയത്ത് അയൽവാസിയായിട്ടുള്ള ഒരാൾ വന്ന് അപമര്യാദയായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകാത്ത സ്ത്രീകൾ ചുരുക്കമായിരിക്കും. ചുരുക്കം എന്നല്ല, ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബസ്സിലോ അല്ലെങ്കിൽ പൊതുനിരത്തിലോ വീട്ടിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലോ ആവാം, സ്കൂളിലോ, അപ്പോൾ ഏത് സ്പേസിലും ഇങ്ങനത്തെ അനുഭവം കൂടെ കടന്നു പോയിട്ടുള്ളവരുണ്ടാവും. അത് ഇപ്പോൾ ആട്ടം എന്നുള്ള സിനിമയിലൊക്കെ അത് ഭയങ്കര മനോഹരമായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ഇൻസിഡൻറ്റ് പോലും ഭയങ്കര ട്രോമയായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന സ്ത്രീകളും ഉണ്ട്, അതെപ്പോഴും മറക്കാൻ കഴിയാതെ. അങ്ങനത്തെ അത്തരം ട്രോമകളുമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളോട് ഡോക്ടർക്ക് ഒരു കൗൺസിലറായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്നു ആളെന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഇത് വലിയ ഒരു വിഷയമാണ്, നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഒന്ന് ഇപ്പം നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഇത് തിരിച്ചറിയാൻ പോലും ആരും നമ്മളെ പഠിപ്പിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ പോലും ഒരുപാട് സമയമെടുക്കും. ഇത് വളരെ അടുത്ത ആൾക്കാരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്, ചിലപ്പോൾ സ്വന്തം വീട്ടിലുള്ളവരായിരിക്കും, അടുപ്പമുള്ളവരായിരിക്കും, അല്ലാത്തവരും എല്ലാവരും ചെയ്യും. പിന്നെ ഇതിനെ എങ്ങനെ പ്രതികരിക്കണം? പണ്ടൊക്കെയാണെങ്കിൽ എപ്പോഴും ഇത് സ്ത്രീയുടെ കുറ്റമായിട്ട്, ഇപ്പോഴും അങ്ങനെയാണ്, പെൺകുട്ടിയുടെ കുറ്റമായിട്ടേ ഇത് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഫിയറും കൂടിയുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ഫിയർ മാറ്റിയിട്ട് ഇത് എല്ലാവർക്കും അനുഭവിക്കും. മീ ടു ക്യാമ്പയിനൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇത് അനുഭവിക്കുന്നതൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താണ്, ഇത് നമുക്കും നമ്മൾ മാത്രം നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ട് പറ്റിയൊരു കാര്യമാണെന്നാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഇപ്പോൾ സമൂഹത്തിൽ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇത് തുറന്നു പറയാനും ഒക്കെ തയ്യാറാവുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഗിൽറ്റ് കിടക്കും, നമ്മുടെ ഉള്ളിൽ കുറ്റബോധം കിടക്കുന്നുണ്ടെങ്കിൽ, പല മാനസിക പ്രശ്നത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന കുറ്റബോധമാണ്. ആ കുറ്റബോധം എടുത്തു കളയുക എന്നുള്ള വളരെ വളരെ പ്രധാനമാണ്. നമ്മളത് എടുത്തു കളയുക. നമ്മളെന്തിനാണ് കുറ്റബോധം കൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ റേപ്പ് ചെയ്യപ്പെടുന്നവർക്ക് പോലും പണിഷ്മെൻ്റ് ഉണ്ട്. അത് സ്ത്രീയുടെ കുറ്റമാണ് എന്നുള്ളത്. അതിപ്പോഴും അങ്ങനെയുള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കേരളം ഒന്നും നമ്മളങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് കുറച്ചും കൂടെ ജനാധിപത്യ ബോധമൊക്കെ ഉള്ളൊരു രാജ്യമാണല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കുറ്റമല്ല എന്നുള്ളത് നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സർവൈവറായിട്ടുള്ള അതിജീവിതമാരായിട്ടുള്ളവർ വന്ന് തുറന്ന് പറയുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ അതിജീവിതയാണെന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അത്രയും വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അപ്പോൾ പലപ്പോഴും ഇത് സൈക്കോളജിയിലേക്ക് മാത്രമായിട്ട് ചുരുക്കി നമ്മൾ കാണും. എന്നുവെച്ചാൽ ഇതിൻ്റെ മറ്റ് രണ്ട് വശങ്ങൾ, ഒന്ന് ബയോളജിക്കലായിട്ടുള്ളൊരു വശവും സാമൂഹ്യമായ വശവും. ഇതിനെ നമ്മൾ ഒട്ടും പ്രാധാന്യം കുറച്ച് കാണാൻ പറ്റില്ല. ഇപ്പോൾ ആ പുറത്തൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളപ്പോഴാണ് ഈ സൈക്കോളജിക്കലായിട്ടും നമുക്ക് ഈ ട്രോമയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ അതിജീവിക്കാൻ പറ്റുന്നത്. ആ ഒരു വശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നിയമം വേറൊരു വശമാണ്. അതുള്ളപ്പോൾ തന്നെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പരസ്പരമുള്ള ഷെയറിങ്, പരസ്പരമുള്ള ഒരു സപ്പോർട്ട് ഒക്കെ ഇതിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വരുന്നുണ്ട്. അപ്പോൾ അത് പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനും ഇതിന്. അതേസമയം ഇപ്പോൾ ട്രോമയ്ക്ക് നമുക്കൊരു കൗൺസിലിംഗ് പേഴ്സണലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കുന്നതിന് ഒട്ടും മടി വിചാരിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ മെഡിസിൻ വേണമെങ്കിൽ അതും എടുക്കുന്നതിന് മടിക്കേണ്ടതില്ല. അപ്പോൾ ചിലപ്പോൾ മെഡിസിൻ വേണ്ടി വരും, ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള കൗൺസിലിംഗ് വേണ്ടി വരും, പിന്നെ സാമൂഹ്യമായിട്ടുള്ള പിന്തുണയും വേണ്ടി വരും. ഇങ്ങനെ ഒരു സമഗ്രമായ ഒരു സമീപനമാണ് ഇതിന് വേണ്ടത്. എപ്പിഡോമിയോളജിസ്റ്റ് ആണല്ലോ, അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ മിക്കവാറും പല സാംക്രമിക രോഗങ്ങളും ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ നിപ്പയൊന്നും ആദ്യമല്ല, പക്ഷേ വളരെ വ്യാപകമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഡെത്ത് റേറ്റ് കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോവിഡ് ആണെങ്കിൽ ആദ്യം ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ രംഗത്ത് കൂടി വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സാംക്രമിക രോഗങ്ങൾ കേരളത്തിൽ എത്തുന്നതും, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വൈഡ്ലി സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ എന്താണെന്ന് തോന്നിയിട്ടുള്ളത്? അതും വലിയൊരു വിഷയമാണ്. ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ രോഗാണുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നു. അതൊന്ന്. പിന്നെ ഈ
എന്താ പറയുക, മൃഗങ്ങളിലുള്ള ചില രോഗങ്ങൾ സ്പിൽ ഓവർ ചെയ്ത് മനുഷ്യരിലേക്ക് വരുന്നു. അതും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അതിന് ബന്ധമുണ്ട്. പിന്നെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ കൊണ്ട് കാടുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ എൻക്രോച്ച് ചെയ്യുമ്പം അവിടെയുള്ള ചില അസുഖങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. പിന്നെ നമ്മൾ പോപ്പുലേഷൻ കൂടുതലാണ്, നമ്മൾ ഒരുപാട് അടുത്ത് ഇടപഴകുന്ന സാഹചര്യം വരുമ്പോഴാണ് ഈ കോവിഡ് പോലെയുള്ള റെസ്പിറേറ്ററി ഡിസീസ്, മൈഗ്രേഷൻ, നമ്മളൊരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, മൊബിലിറ്റി, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അത് ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല, നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ള അറിവുകൾ വെച്ചുകൊണ്ട് കഴിയുന്നത്ര നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഈ സ്വഭാവത്തിലുള്ള, ഞാൻ ഒക്യുപ്പേഷണൽ ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ചില പനികൾ പടർന്ന് പിടിക്കുമ്പോഴും ഞാൻ എപ്പോഴും പേഴ്സണലായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ട്രെയിനിലൊക്കെ ആണെങ്കിലും ഇരുന്ന് ആൾക്കാർ ചുമച്ചുകൊണ്ടേ ഇരുന്നാലും മാസ്ക് വയ്ക്കില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ, ഇപ്പോൾ നമുക്ക് പനിയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാസ്ക് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അത് പകരില്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാ സാംക്രമിക രോഗങ്ങളും ഇല്ലാതാക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. നമ്മൾ ഓരോ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് അതാത് സമയത്ത് നിരീക്ഷണങ്ങൾ നടത്തി, പരീക്ഷണങ്ങൾ നടത്തി പുതിയതുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനെ കഴിയുന്നത്ര തടയാൻ നോക്കുക. അതിനകത്ത് ആളുകളുടെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ്. എല്ലാ ആളുകളും അതിൽ പങ്കാളികളായെങ്കിൽ മാത്രമേ നമുക്കത് ഇഫക്റ്റീവായിട്ട് തടയാൻ പറ്റുള്ളൂ. കോവിഡ് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട്, എനിക്ക് തോന്നുന്നു മറ്റേത് സ്ഥലത്തേക്കാളും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേരളം. അതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഡോക്ടർ ഭയങ്കര അഭിമാനം തോന്നുന്ന രീതിയിലുള്ള, സ്വയം അവരവനോട് തന്നെ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ ആക്ടിവിസം ഡോക്ടർ പ്രൊഫഷനിൽ കൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുകയും ചെയ്യാം. ഡോക്ടർ എന്നുള്ള രീതിയിൽ സ്വയം കണ്ണ് നിറയിക്കുന്ന, അല്ലെങ്കിൽ സ്വയം സന്തോഷം തോന്നി കണ്ണ് നിറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ അഭിമാനം തോന്നുന്ന അങ്ങനത്തെ മൊമെൻറ്റ്സോ അങ്ങനത്തെ പേഷ്യൻസിനെയൊക്കെ ഓർക്കാറുണ്ടോ? അത് എപ്പോഴും എന്താ പറയുക, സന്തോഷമാവണമെന്നില്ലല്ലോ. ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള, ഞങ്ങളുടെ കൂടെ ആദ്യം വന്നിട്ടുള്ള HIV പോസിറ്റീവായിട്ടുള്ള ആളിതുപോലെ മരിക്കുന്ന ദിവസം എന്നോട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്ന് പോയി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ തിരിച്ചു വരണതിന് മുമ്പ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിലത്. പിന്നെ അതുപോലെ പിന്നെ സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ചിലരിപ്പോൾ ആത്മഹത്യയിൽ വർക്ക് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ പേരെയും പിന്നെ പല പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇടപെട്ടതിന് ശേഷം തിരികെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ചില സമയത്ത് തൂങ്ങാൻ വേണ്ടി കയറ് കെട്ടിയിട്ട് ആ സ്ഥലത്ത് പോലും ഞങ്ങൾ പോയിട്ട് ഇൻ്റർവീൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. അതൊക്കെ ഭയങ്കരമായി സന്തോഷം. അതുപോലെ ഡിപ്രഷനായിട്ട് വർഷങ്ങളോളം മിണ്ടാതിരുന്ന ഒരാളുടെ അടുത്ത് വീട്ടിലങ്ങോട്ട് പോയിട്ട്, അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് കുറേ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആള് പിന്നെ മിണ്ടി തുടങ്ങുകയും പിന്നെ എന്നെ കാണാൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഓർത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതേപോലെ തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആത്മഹത്യ ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെയ്തവരും ഉണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഇതുമുണ്ട്. രണ്ടു തരത്തിലുമുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓർത്താൽ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അതെ, മിക്സ്ഡ് ആയിട്ട് നമുക്ക് വരുള്ളൂ. എപ്പോഴും സന്തോഷം മാത്രമായിട്ടൊന്നും വരില്ല. അതെ. കമ്മ്യൂണിറ്റി മെഡിസിൻ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലും കൂടെ കേരളം നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നേരിടുന്ന കറൻ്റ്ലി ഒരു ചലഞ്ചായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. പകര രോഗങ്ങളാണോ? അതല്ല. പകരുന്ന രോഗങ്ങളും ഉണ്ട്, ഒരുപാട് ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പകരാരോഗങ്ങളും ഉണ്ട്. മാനസിക ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മോർബിഡിറ്റി ഉള്ളൊരു സ്ഥലമാണ് കേരളം. എന്നാൽ നമുക്ക് കുറേ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ആയുർദൈർഘ്യം കൂടി പോകുന്നത്. ഒരു വശത്ത് നമ്മളിതെല്ലാം പറയുമ്പോഴും ആയുർദൈർഘ്യം കുറയുന്നൊന്നുമില്ല. ആയുർദൈർഘ്യം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരെക്കാൾ ഒരു 5 എങ്കിലും കൂടുതലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതേസമയം രോഗങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും മെച്ചപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണമല്ലോ.
പിന്നെ വിജിലൻസ് വളരെ ഇതെല്ലാം ഡേറ്റ, അതാണ് വേറൊരു ഗ്യാപ്പുള്ളത്. നമ്മൾ ഡേറ്റ സൂക്ഷിക്കുന്നതിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ആർക്കും അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഡേറ്റ വളരെ പ്രധാനമാണ്. ഇപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കും, ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് മരണങ്ങൾ, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് റിസർച്ച് ചെയ്തുകൂടെ? എപ്പോഴും ഇങ്ങനെ റിസർച്ചിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരും. പക്ഷേ റിസർച്ച് ചെയ്യണമെങ്കിൽ ഡേറ്റ വേണം. അതിന് നമുക്കുള്ള ഒരു സംവിധാനവുമില്ല. ഇപ്പം മെഡിക്കൽ കോളേജിൽ തന്നെ റിസർച്ചിന് പ്രത്യേക ഒരു വിങ് ഉണ്ടാവണം. അവർ റിസർച്ചിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവർക്കും റിസർച്ച് ചെയ്യാം, പക്ഷേ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം വേണം റിസർച്ചിന്. അതിന് ഈ ഡേറ്റ മാനേജ്മെൻ്റ് ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിപ്പോഴും വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ സയൻസ് അല്ലാത്തതും എല്ലാം കൂടി ഒരു കൺഫ്യൂഷനിലാണ് ഇവിടെ ഉള്ളത്. അതാ ഞാൻ പറഞ്ഞ പലതരം അറിവുകൾ ഉണ്ടാകാം, അതിനൊരു പ്രശ്നമില്ല. പക്ഷെ ഓരോ അറിവും അതാതിൻ്റെ മേഖലയിൽ വെച്ച് റിഗറസ് ആയിട്ട് നമ്മൾ പരിശോധിക്കണം. അതല്ലാതെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സയൻറ്റിഫിക് ഡേറ്റ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ഡേറ്റ തന്നെ വേണം. അതില്ലാതെ നമുക്ക് റിസർച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ മൈക്രോബയോളജിയൊക്കെ ഒരുപാട് പുതിയ ലാബുകളും കോവിഡിന് ശേഷം അത്തരം റിസർച്ചുകൾക്കൊക്കെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ജോലീൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മളിവിടെ പൊതുവേ കാണുന്ന ഭയങ്കര അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു വിവാഹം വരെ നന്നായിട്ട് പഠിക്കുക, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആവശ്യത്തിലേക്ക്, ആ ഘട്ടത്തിലേക്കൊന്നും എത്തിക്കുന്നില്ല. എഡ്യൂക്കേഷൻ ഏതുവരെ, മാരേജ് വരെയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു പലരിലും കാണുന്നുണ്ട്. അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ രീതിയിൽ. ഡോക്ടർ പക്ഷെ പറഞ്ഞിട്ടുള്ളത് ഒരു ദുസ്വപ്നത്തെ പോലും എന്താണ് പറയുക, മാരേജ് ഒരു ലിവിങ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളത്. ശരിക്ക് ഇന്ന് നല്ല എപ്പോഴാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് തൊഴിൽ വേണം എന്നുള്ളത് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അതിനെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്, മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും. അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സ്ത്രീകളെ സംബന്ധിച്ച് കാതലായ ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ ഒരു സുരക്ഷിതത്വം എന്നുള്ള ഒരാശയമാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ രക്ഷകർത്താക്കൾക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കുക, എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക എന്നുള്ളത്. ആൺകുട്ടികളാണെങ്കിൽ അവർ പഠിച്ച് ജോലി കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു ഡിവിഷൻ ഓഫ് ലേബർ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് ജോലിയുണ്ട്. പക്ഷേ കല്യാണം വരുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞാലും ആണുങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമാണ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഇതെല്ലാം നോക്കാനുള്ള ഉത്തരവാദിത്തം ആണുങ്ങൾക്കാണ്. ആ ഒരു ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറാണ്. അപ്പോൾ അത് തന്നെയാണ് സ്ത്രീകളെ ഒരു തരത്തിൽ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതും. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകുന്നു, അപ്പോൾ ആശ്രയിക്കേണ്ടി വരുന്നു, സാമ്പത്തികമായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നു, വൈകാരികമായിട്ടുള്ള ആശ്രിതത്വം അതിൻ്റെ കൂടെ വരുന്നതാണ്. അത്തരം ആശ്രിതത്വം ഞാൻ ചെറുപ്പത്തിലേ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ ചുറ്റും, ഇപ്പോൾ നമ്മുടെ കുടുംബം അടക്കം നമ്മൾ കാണുന്നുണ്ട്, ബന്ധുക്കളുടെ ആണേലും ചുറ്റുമുള്ളവരുടെയും. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു റോൾ, അതൊരു രണ്ടാം തരം റോളാണെന്ന് നമുക്ക് എവിടെയോ ഉള്ളിൽ ഫീൽ ചെയ്യും. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യും, ചിന്തിച്ചില്ലെങ്കിൽ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുട്ടിക്കാലത്തെ അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിന് അതോട്ട് ചേരാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരു പരിധിവരെ എൻ്റെ അച്ഛനും അങ്ങനെയാണ് കുട്ടിക്കാലം തൊട്ട് പറയുന്നൊരു കാര്യം അങ്ങനെയാണ്. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയും, പഠിക്കണം, നല്ലപോലെ പഠിച്ചിട്ട് ജോലി കിട്ടണം. പഠിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഒരു ഡെപ്തൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ പഠിച്ച് ജോലി വാങ്ങിക്കുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറയുന്ന കാര്യമാണ്. അതേസമയം നീ കല്യാണം കഴിക്കണം, ഒരു നല്ല ഭാര്യയാണോ എന്നൊന്നും അച്ഛനും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും എനിക്ക് കാണും. ഇപ്പോൾ ഡോക്ടർ ഈ സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് ലൈഫിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സുരക്ഷിതത്വം. ഡോക്ടറുടെ ലൈഫിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഫാമിലി പിരിച്ചുവിടുക എന്നുള്ള തീരുമാനം പങ്കാളി എടുക്കുന്നു. അപ്പം ഈ ഒരു സുരക്ഷിതത്വം പിന്നീട് അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ മിസ്സാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് അലട്ടിയിട്ടില്ലേ? അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ആ സുരക്ഷിതത്വം ഇനി എനിക്ക് അങ്ങോട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്? ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു ഫാൾസ് ബിലീഫ് അല്ലേ? ആക്ച്വലി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടോ? നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുക ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണാവുന്നത് ഈ സുരക്ഷിതത്വം
ഓക്കെ, തീർച്ചയായിട്ടും ബന്ധങ്ങൾ തരുന്ന നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് തിരിച്ചുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പുരുഷന്മാർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്, വേറൊരു തരത്തിൽ സ്ത്രീകളോട് വളരെ ഡിപ്പെൻഡൻ്റ് ആണ് ഭാര്യമാരോട്. പക്ഷെ അതങ്ങനെ അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭയങ്കരമായ ആൻസൈറ്റി അവർക്കുണ്ടാകും. ഭാര്യ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള തരത്തിൽ കൂടുതൽ ആൻസൈറ്റി ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ് വാസ്തവത്തിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ആ ഒരു ഇതിൽ ഞാനും ജീവിച്ചിട്ടുണ്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു സുരക്ഷിതത്വ ഫീലിംഗ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടും. അതിപ്പം പേരൻസ് ആണെങ്കിലും നമ്മുടെ പാർട്ട്ണറാണെങ്കിലും ഒക്കെ കിട്ടും. പക്ഷെ അപ്പോഴും നമ്മൾ വേറൊരു വശത്തുകൂടി നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുമ്പോൾ ഇത് തമ്മിലൊരു ചെറിയ കോൺഫ്ലിക്റ്റിംഗ് ആണ്. അപ്പോൾ സ്വാതന്ത്ര്യവും നമ്മൾ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എല്ലാവരും ഇത് രണ്ടും തമ്മിലുള്ളൊരു ട്രേഡ് ഓഫാണ്. നമുക്ക് ഒരാളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഫീലിംഗ്, അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായ തീരുമാനവും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരിതാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നും അങ്ങനെ ഒരു മിസ്സിങ് ഇല്ല വാസ്തവത്തിൽ. നമ്മൾ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയില്ല. പക്ഷെ അതേസമയം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സമാകരുത് എന്നുള്ളതാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് പലപ്പോഴും ഇപ്പോൾ ഒരുപാട് വിവാഹമോചനങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺഫ്ലിക്റ്റുകളും. വിവാഹമോചനം പോലും വേണ്ട, പ്രണയിക്കുന്ന സമയത്ത് തന്നെ അത് ടോക്സിക്കായിട്ട് മാറുന്നുണ്ടല്ലോ, ടോക്സിക്കായി മാറുന്നു. ഒരു പ്രേമം ഉണ്ടാകുമ്പോൾ തന്നെ എൻ്റെ പങ്കാളി ഇങ്ങനെയൊക്കെ പാടുള്ളൂ, ഇതിനപ്പുറത്തോട്ട് പോകരുത്. കൂടുതലും പുരുഷന്മാരാണ് നിബന്ധന വയ്ക്കുന്നത്. അവിടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വരികയാണ്, അല്ലെങ്കിൽ സാമൂഹ്യമായ സ്ത്രീകൾക്കുള്ള ഒരു കെട്ടുപാട് വരികയാണ്. പ്രണയിക്കുന്ന സമയത്ത് തന്നെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈ കാമുകിയായിട്ടുള്ള പെൺകുട്ടി കുറച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നത്. എല്ലാം അവർ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്.